കളിക്കല്ലേ കെട്ട്. ഇവിടെ കണ്ട ഒരു കുരു ഒക്കെ വന്നിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. കത്തിയൊക്കെ അറക്കട്ടെ ഞാന്. ചളിയല്ല, എന്റെ ചെക്കട്ടനെ ഞാൻ കുട്ടപ്പനാക്കും. അല്ലെങ്കിൽ ഞാൻ കുട്ടപ്പനാ. ഹായ് ഹലോ. അപ്പൊ ദാ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ദാ നമ്മൾ ഇന്നൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാട്ടോ. അനക്ക് നമ്മള് ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാണ്. അപ്പൊ നമ്മള് ഹൈഡ്രാ ഫേഷ്യൽ അറ്റ് ഹോം. എന്റെ മുഖത്ത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കെ. ഞാനൊരു വീഡിയോ കണ്ടതാണ്. പരീക്ഷണം ഒന്നല്ല, നല്ല സാധനം തന്നെ. ഇവിടെ കണ്ടോ ഒരു കുരു ഒക്കെ വന്നിരിക്കുന്നു, കണ്ടോ? അപ്പൊ നമുക്ക് ഇന്നൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കളിക്കല്ലേ കെട്ട്. അവിടെ നിക്ക നോക്കി വെക്കണ്ട, അങ്ങനെ കാണാനും നോക്കട്ടെ. ആയിക്കോട്ടെ, വെള്ളം പൊടി ഉണ്ട്. നോക്കട്ടെ, നോക്കുള്ളൂ. 1 മിനിറ്റ് എനിക്ക് ഇങ്ങനെ വെച്ചില്ല. മൊത്തം പൊടിയാണ്. ഇത് എവിടെ നിന്ന് എടുത്തോണ്ടാ ഞാൻ വാങ്ങിച്ച് ഇങ്ങനെ ആക്കല്ലേ. ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെക്കാം. ഓനല്ലെങ്കിൽ സെറിയാവുള്ളൂ. അള്ളാക്കട്ടു. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാ ഫസ്റ്റ് തന്നെ പാല് വെച്ചിട്ട് നമുക്ക് എന്റെ പായസമല്ല, പാല് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവന്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അറിയോ? ഫേസ് ഒന്നും ആക്കല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പാലെടുത്തിട്ട് എന്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഓക്കെ, അറിയണേ എനിക്ക് കാര്യമായിട്ട് അറിയാം. എനിക്ക് അറിയണേ. പാലൊക്കെ മൊത്തിടൂ. എല്ലാവർക്കും പാല് തേച്ചാ പോലെ മൊത്ത്. ഇത് നമ്മളെ അടിപൊളിയാണ്. ഇത് ക്ലെൻസർ ആണ്. എന്റെ മുഖത്തുള്ള ഡേർട്സ് ഒക്കെ പോക്കും. നല്ല സാധനമാണ്. യു ഡോണ്ട് വെറി. നമുക്കൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല തണുപ്പില്ലേ? എന്റെ മുഖത്ത് ഇപ്പം 2-3 കുരു വരുന്നുണ്ട്. മര്യാദക്ക് എന്താ പറയാ, ഫേസ് വാഷ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ കുരു ഒക്കെ വരുന്നുണ്ട് അല്ലേ? അത് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വൈപ്പ് ചെയ്താൽ ഫേസ് നല്ലോണം ക്ലീൻ ആവും. ഓക്കെ, നല്ലോണം ഇങ്ങനെ പീന്നെടുക്കാം. എൻ്റെ മുഖത്തുള്ള അയക്കൊക്കെ പോട്ടെ. മര്യാദക്ക് എത്ര ദിവസമായിടാ മുഖം കഴുകിയിട്ട്? ഡെയിലി കഴുകലെന്ന് വെച്ചാൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് കഴുകിയിട്ട് എത്ര ആയിന്ന് കണ്ടോ? ഇപ്പം തീരെ കേൾക്കൂല. എന്ത് സോപ്പ് വെച്ചിട്ടാ? അല്ല ബോഡി വാഷ് വെച്ചിട്ടാ? ഈ ബോഡി വാഷ് വെച്ചിട്ടല്ലേ മുഖം കഴുകല്? എനിക്ക് ഞാൻ ഓക്കെ ഓക്കെ ക്ലെൻസിങ് കഴിഞ്ഞേക്കുന്നു കേട്ടോ. എൻ്റെ മുഖത്തുള്ള എന്താ പറയാ ഡേർട്സ് ഒക്കെ പോട്ടെ. ഓക്കെ, അത് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതൊന്നും പിടി. നമുക്ക് ഇവൻ്റെ ഫേസിലുള്ള ഇവിടെയൊക്കെ നല്ല വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര പൊടി വരാറുണ്ട്. അപ്പോൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ പോക്കാൻ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. ഒരയ്ക്കാം നമുക്ക്. നമുക്ക് ഈ പാലിലേക്ക് ഇപ്പൊ പാല് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പാലിലേക്ക് നമ്മൾ തൈരും യൂസ് ചെയ്യലുണ്ട് അല്ലേ? പിന്നെ അധികം ഞാൻ ചിലപ്പോൾ തൈരിൽ ഇതിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പാലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അരിപ്പൊടി, നമ്മളെ പത്തിരിപ്പൊടി ആട്ടോ അത്. ഈ പത്തിരിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു സ്ക്രബ്ബർ ആട്ടോ ഈ പത്തിരിപ്പൊടി അല്ലേ? നമുക്ക് നല്ല എഫക്റ്റീവ്. അരിപ്പൊടി തന്നെ. നമുക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുന്നൊരു സാധനമാണ് അല്ലേ? പക്ഷെ എനിക്ക് ഈ തൈരാട്ടോ പറ്റുക. എനിക്ക് പാല് എനിക്ക് അങ്ങനെ പറ്റൂല. എൻ്റെ ഫേസിൽ കുരു വരും. എൻ്റെ ഫേസിൽ വരുമൊന്നും ഇല്ല. എൻ്റെ ഫേസ് അതിന് അങ്ങനെ കുരു വരുന്ന ഫേസ് ഒന്നുമില്ല. ഇപ്പൊ വന്നത് ഈ തീരെ ഫേസ് കേൾക്കാത്തയും കൊണ്ടാ. ഓക്കെ, ഫേസ് നമുക്ക് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യാം അല്ലേ?
പിടിക്കോ ഒന്ന്? ഞാൻ പിടിക്കണം. രാജാവേ ഒന്ന് പിടിക്കോ? ഇതൊക്കെ എന്താണ്? വേണ്ട തേക്കാം. കണ്ണിലാക്കരുത്. കണ്ണടയ്ക്കണ. നമുക്കിത് നല്ലോണം സ്ക്രബ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഫേസ് മൊത്തം ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യാം. ഫേസ് കിട്ടിയോ? സാരില്ല, അങ്ങനെ മോശപ്പെട്ട സാധനം ഒന്നല്ല. അരിപ്പൊടിയും പാലുമാണ് മോനെ. പാല്. ഇവിടെ കുരുണ്ട് കേട്ടോ. കുരു തൊടാണ്ട് സോറി. എന്നെ പണ്ണുവേ. എന്റെ കൈ ഫ്രീ അല്ലേ? എന്നാ കൈ ഉണ്ടാക്ക്, അല്ലെങ്കിൽ എന്റെ മുടിയിലൊക്കെ ആവും. ഒന്ന് ആക്ക്. സാരില്ല, അങ്ങനല്ലടാ. ഇത് മുടിയിലേക്ക് ആക്ക്, ഇവിടേക്ക് വെച്ച് ഇതാക്ക്. സാരില്ല, കുറച്ച് അതിന്റെ മുകളിലായാലും പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് വാഷ് ചെയ്യാ. പിന്നെ നല്ലോണം ആക്കുന്നാല്. അപ്പടി പഠിച്ച് അല്ലേ? പഠിച്ചിട്ടൊക്കെ ഞാൻ അപ്പൊ നമുക്ക് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഇവന് അല്ലേ? ഇവന് ഈ മൂക്കിന്റെ ഇവിടാണ് ഭയങ്കര ഇതില്ല പൊടി വരുന്നത്. ഭയങ്കര വൈറ്റ് ഹെഡ്സ്. അവന് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ വൈറ്റ് ഹെഡ്സ് അത്യാവശ്യം നല്ല വേണം അല്ലേ കേട്ടോ? പോട്ടെ അങ്ങോട്ട് പോട്ടെ. കുരു കുത്താണ്ട് നോക്കണേ ഞാന്. ചുണ്ടും കൂടെ കാണിക്കേ. വായലായാലും എന്താ പ്രശ്നം? ഇതല്ലേ ചുണ്ട് കാണിക്കേ. ചുണ്ടും മുഖത്തൊക്കെ ഇതൊരു സ്ക്രബാണ്. നമ്മളെ ഡെഡ് സ്കിൻ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇളകി പോരും. ഓക്കെ, ക്ലീൻ ആവും. നല്ല മനയുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു 2 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം കേട്ടോ. അപ്പൊ ഇതാ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അറക്കട്ടെ ഞാന്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് തക്കാളി. ഗുഡ്, വെരി ഗുഡ് ഫോർ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ. ചെയ്യില്ല കത്തിക്ക്. ഇത് പിടിക്ക്. ഫുൾ തക്കാളി ഒന്നും ഇല്ല, ഹാഫ് എടുക്കുള്ളൂ. സോറി. നമുക്ക് ഇതിലേക്ക് കുറച്ച് കോഫി വേണോ? കുറച്ച് എൻ്റെ വായിലേക്ക് പോവില്ലടാ, പേടിക്കണ്ട. കുറച്ച് കോഫി എടുക്കുക. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ആയതുകൊണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പൊടി ഉള്ളതാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ഇഷ്ടമല്ല കോഫി. സോറി ഏട്ടാ, കോഫി അലർജിയാ. കോഫി അലർജിയാ. നമുക്ക് കോഫി തക്കാളി മുക്കണ. യെസ്, അങ്ങനെ ആക്കിയിട്ട് ചെയ്താല് എൻ്റെ ഫേസിലുള്ള ടാന് ഫുൾ പോവും മോനെ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ചളിയല്ല, ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ. ഓക്കെ, നമുക്കിത് ഫേസിൽ മൊത്തം നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കോഫി ഭയങ്കര നല്ലതാണ് ടാൻ റിമൂവലിന്. പിന്നെ എൻ്റെ ഫേസ് ടാൻ ഒന്നും ഇല്ല. ടീഷർട്ടിലൊക്കെ അത് സാരില്ല കേട്ടോ. തക്കാളിൻ്റെ ഇതാണ്. നിനക്ക് നല്ലോണം സ്ക്രബ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് പാർലറിലൊക്കെ വിരിക്കുന്ന മാതിരി ഇവിടെ സാധനം ചെയ്യേണ്ടതിനും കിട്ടും. ടീഷർട്ട് ഫുള്ളായി. സാരില്ല, പോവും. കോഫിക്കാരായതുകൊണ്ട് എനിക്ക് അറിയില്ല. ചെച്ചടാ, രസല്ലേ? നല്ല സുഖല്ലേ? ഇല്ല, എന്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാ ചെയ്യുന്ന നോക്ക്. ചെയ്ത് തന്നില്ലേ അവിടെ? ഇല്ല, ഇതൊന്നും കൊണ്ടേക്കാൻ ആക്ക്. ഇതെന്തിട്ടാണ് നേരെ നിക്കാത്തേ? നല്ല രസമുള്ള കാണാൻ. മതി.
അപ്പോൾ നമുക്ക് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഡെയിലി ചെയ്യുന്നൊന്നല്ല കേട്ടോ. ഇതൊക്കെ നമ്മള് അല്ലേ വർഷത്തിലല്ല, ശരിക്കും ഒരു മന്ത്ലി ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ യുവർ സ്കിൻ ഈസ് ബിക്കം ഗുഡ്. മാസത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി. പിന്നെ വീക്കിലി ഇങ്ങനെ ഭയങ്കര കെയർ ചെയ്യുന്നവർക്കൊക്കെ വീക്കിലി ഒക്കെ ചെയ്താലും നല്ലതായിരിക്കും. പിന്നെ തക്കാളിയും സ്കിന്നിന് ഭയങ്കര നല്ലതാട്ടോ. തക്കാളിയൊക്കെ ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റൂല എന്നുള്ളതാണ്. എനക്ക് പറ്റൂലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റൂല തക്കാളി. എനക്ക് എന്താ കിട്ടും, എന്തായാലും എന്താ പ്രശ്നം? അല്ല എടാ, സീരിയസ് ആയിട്ട് തക്കാളി ഭയങ്കര നല്ലതാ. ബ്രൈറ്റന് എന്താ പറയുക, സ്കിന്ന് ഭയങ്കര ബ്രൈറ്റൻ ആക്കും. മറ്റേ എന്താ ടാൻ റിമൂവ് ചെയ്യും. കോഫി പ്രത്യേകിച്ച് ടാൻ റിമൂവലിന് അടിപൊളി സാധനം. അപ്പോൾ ഇത് നമുക്ക് ഇത് കയറ്റി കളയാം. ഓക്കെ, കോഫി പൊടി ആയിട്ട്. അപ്പൊ നമ്മള് കോഫിൻ്റെത് നല്ലോണം വാഷ് ചെയ്ത് അല്ലേ? എന്താന്നുണ്ട് എനിക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? എനിക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? തണുപ്പുണ്ട്, വേറെ ഒന്നും തോന്നുന്നില്ല അല്ലേ? നല്ല ക്ലീൻ ആയ പോലെ അല്ലേ? എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയി, ഭയങ്കര ക്ലീൻ ആയ മാതിരി ഉണ്ട് അല്ലേ? സോഫ്റ്റ് ആൻഡ് ക്ലീൻ. അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു ഫേസ് മാസ്ക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒരു ഫേസ് മാസ്കും കൂടെ ഇടാം. അതോടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അതോടെ ഉള്ളൂ, അവിടെ കഴിഞ്ഞു. അപ്പൊ നമുക്കടുത്ത് മാസ്ക് ഇടാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫേസ് മാസ്ക് അല്ലേ? നമ്മൾ ഫേസ് മാസ്ക് ചെയ്യുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാട്ടോ. ബീട്രൂട്ട് നമ്മൾ പീസാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്തിട്ടോ, അല്ലാണ്ട് ഇത് അരയൂല. ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതാക്കുക. എന്നിട്ട് അതിന്റെ മറ്റേ സാധനം എടുക്കുക. ഓക്കെ, ബീട്രൂട്ടും തക്കാളിയും ഒക്കെ പാലും ഒക്കെ കുക്ക് ചെയ്യാൻ പോയി. യെസ്, അപ്പൊ അതാ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് ഇങ്ങനെ ചുണ്ടിലും തേച്ച് കൊടുക്കാം കേട്ടോ. ചുണ്ടിന് നല്ല സാധനമാണ് ബീട്രൂട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ട, അപ്പം നമുക്ക് ഇതൊന്ന് പിടിക്കോ. ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നാണ് പരിപാടി? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ നീര് മാത്രം എടുത്താലും മതി കേട്ടോ. ഓക്കെ, കൈ പിടിച്ച കൈ കിട്ടട്ടെ. അപ്പൊ ഇത് പൊക്ക്. അപ്പൊ അതാ ബീട്രൂട്ട് ജ്യൂസ്, അതിലേക്ക് ഒരു ഇച്ചിരി തൈര്, ഇച്ചിരി തൈര് കേട്ടോ. ഇച്ചിരി തൈരും. ഇനി നമ്മളെ മെയിൻ സാധനം നമ്മൾ അരിപ്പൊടി ആട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ്, കടലമാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിതിന് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാ. ഓക്കെ, നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. ബീട്രൂട്ട് നമ്മളെ സ്കിന്നിന് ഭയങ്കര നല്ല കേട്ടോ. കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മുഖത്ത് തേക്കുകയാണെങ്കിലും ഭയങ്കര നല്ലതാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചർ മീൻസ് സ്കിന്നിൻ്റെ കളറ് കൂട്ടാനും, കളറെന്ന് വെച്ചാൽ അങ്ങനെ കൂട്ടാനല്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ഭയങ്കര അടിപൊളി സാധനം കേട്ടോ ബീട്രൂട്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കെട്ട്. പിന്നെ ബീട്രൂട്ടിന് ചുവപ്പല്ലാണ്ട് വേറെ കളറാടാ വരിക. ഭയങ്കര നല്ലതാ കേട്ടോ ഇത്. എനിക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ നോക്കിക്കൂടെ? ഞാൻ നോക്കാണ്ട് തന്നെ ഇഷ്ടം പോലെ ചെയ്യണ്ടല്ലോ. എന്ത് നല്ല രസമുണ്ട്. എന്താണ് കണ്ണു കുത്തല്ലേ? അല്ല, താടിയില്ലേ, എനിക്ക് നമുക്ക് കുറച്ചും കൂടെ ഇടായിരുന്നു. ഇത് കുറച്ച് അപ്പൊ അതാ നമ്മളെ നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെലവും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. ഇതെന്താ കേട്ടോ, ഭയങ്കര വെയിലില്ലേ? നമ്മളെന്നിട്ട് കർട്ടൻ ഇട്ടിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നു പോകുന്നു കളി കളിക്കുന്നത്. അപ്പൊ നമ്മള്
ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കുറച്ച് നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി, അല്ലാണ്ട് എക്സ്ട്രാ ഒന്നും വേണ്ട. അത് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹൈഡ്രാ ഫേഷ്യൽ. ഓക്കെ, ചുക്കട്ടൂനെ ഞാൻ കുട്ടപ്പനാക്കും. ഞാൻ കുട്ടപ്പന അതാരാ? ഏത് കുട്ടപ്പന? കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നിക്കുവോ? ബാക്കോട്ടല്ല, മുന്നോട്ടേക്ക് നിക്കുക അല്ലേ? ഇതിപ്പോ പോരും. അപ്പൊ അത് നമുക്കൊരു 10 മിനിറ്റ് കേട്ടോ, ഒരു 10 മിനിറ്റ്. അതിന്റെ തലയാണ് മുടിയുള്ള ഏരിയ. അപ്പൊ അതാ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പൊക്ക് അടിപൊളിയാവും. ഓക്കെ, അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. കുറച്ചുകൂടെ കുടിച്ചോ? തീർന്നു. ബീട്രൂട്ടാണ് ചുണ്ടുമേല് മേലൊക്കെ ഉള്ളത്, പിന്നെ പോവാണ്ടിക്കോ. തീർന്നു, വെള്ളം തീർന്നു. ഇതിന്റെ മേലക്കായല്ലോ. ഇത് കേൾക്കാനായോ? ഞാൻ കുറച്ച് ബ്ലഷ് ഇടട്ടെ. ഈ ബീട്രൂട്ട് നമുക്ക് എടുത്ത് ഇങ്ങനെ 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 ആക്കിയാൽ ബ്ലഷായി മോനെ, നാച്ചുറൽ ബ്ലഷ്. എന്താടാ ഞാൻ നൈറ്റ് ഇടും കേട്ടോ ഇതൊക്കെ. നാച്ചുറൽ ബ്ലഷ് ആണ് ബീട്രൂട്ട്. അപ്പൊ ബീട്രൂട്ട് വാങ്ങിയപ്പോ പക്ഷെ അത് പെട്ടെന്ന് പോവും കിട്ടും. സാരല്ല, നാച്ചുറൽ. അപ്പൊ അത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞല്ലേ? ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കളയാം കേട്ടോ. അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ കഴുകി കളയുന്നേക്കാളും ഇങ്ങനെ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? യെസ്. ഓക്കെ, സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നോളാം കേട്ടോ. നല്ലോണം വാഷ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ദാ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നേക്കുന്നു അല്ലേ? സെറ്റായി അല്ലേ? എന്താ മുടിയാതെ? ഇതാട്ടോ റിസൾട്ട്. എനിക്ക് തോന്നുന്നില്ല, മുഖം നല്ലൊരു ഫ്രഷ്. അത് ബീട്രൂട്ടിന്റെ എഫക്റ്റാ. ഓക്കെ, വേണ്ട ഫ്രഷ് ആയ. എനിക്ക് ഇവിടെ ഒരു കുരു ഉണ്ട് കണ്ടോ, മര്യാദയ്ക്ക് ഇതാക്കായിട്ടാ. അപ്പൊ ഇതാ ഫേസ് നല്ലോണം ഫ്രഷ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മള് വീട്ടിൽ നിന്ന് അല്ലേ, ഒരു ചെലവും ഇല്ലാണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്. ബീട്രൂട്ടാണ് അതിന്റെ ചെലവ്. അതന്നെ, അത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ അല്ലാണ്ട് ഇതിലൊക്കെ പോയി ചെയ്യുമ്പോ എന്തൊരു പൈസ എന്ന് ആലോചിക്കണം. അപ്പോ ഇതാ ഒരു ചെലവില്ലാണ്ട് നല്ല നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതാ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ സ്കിന്ന്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? വലിയ നഷ്ടമൊന്നുമില്ല, സിമ്പിളാണ്, വലിയ നഷ്ടമൊന്നുമില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെ അത് അല്ലേ, റിസൾട്ട് എങ്ങനെ കിട്ടുന്നുണ്ട്. അതന്നെ, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.